സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനുമൊക്കെ സാധ്യതയുണ്ട് എന്ന് കൂടി അറിയുന്നു. ഈ മാസം 26 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാന്തന സാജുവാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാന്തന, അപ്പോൾ രാവിലെ തന്നെ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിലായിരിക്കും കൂടുതൽ മഴയ്ക്ക് സാധ്യത? മുന്നറിയിപ്പുകൾ കൂടി പറയും. ആഷിയാസ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം ഈ മാസം 26 തന്നെ കാലവർഷം ഔദ്യോഗികമായി തന്നെ കേരളത്തിലേക്ക് എത്തും എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതിന് 4 ദിവസം മുൻപോ 4 ദിവസം ശേഷമോ ഒക്കെ ആകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ 26 തന്നെ ഏതാണ്ട് കാലവർഷം എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മഴയും കാര്യമായി തന്നെ ഇപ്പോൾ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വേനൽക്കാലത്ത് ലഭിച്ചിരുന്ന ഒരു മഴയുടെ സ്വഭാവമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. സാധാരണ വൈകുന്നേരങ്ങളിലാണ് മഴ ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ സമയത്തും മഴ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 5 ജില്ലയിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ഈ 5 ജില്ലകളിലാണ് ഇന്ന് ഇപ്പോൾ യെല്ലോ അലർട്ട് ഉള്ളത്. വരുന്ന 5 ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനും നിലവിൽ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്തോട് ചേർന്നൊരു ന്യൂനമർദ്ദ പാത്തിയും അതുപോലെ തന്നെ അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ മഴ എന്തായാലും വരും ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി, സ്വാന്തന സാജുവാണ് ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നത്.